അയ്യപ്പനെ കാണാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാവര് സമയം കാണണല്ലോ. അങ്ങനെ ഈ വർഷത്തെ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ നേരെ പോയത് നിലയ്ക്കലേക്കായിരുന്നു. നമ്മളിപ്പോൾ നിലയ്ക്കലെത്തി. ഇനിയിപ്പം സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ക്യൂവിലാണ്. ഈ വർഷത്തിലെ മണ്ഡലകാലത്തിൻ്റെ ആദ്യത്തെ 2-3 ദിവസം എന്നൊക്കെ പറയുന്നത് വലിയ തോതിലുള്ള തിക്കും തിരക്കും, പോലീസുകാർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് മടിച്ചു നിന്നു, പോകണോ വേണ്ടേ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. എന്നാലും രണ്ടും കൽപ്പിച്ച് സ്വാമിയെ വിളിച്ച് നേരെ മല കയറി. ഞങ്ങൾ മല കയറി തുടങ്ങിയത് വെളുപ്പിനെ 4:45 സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ അമ്പലത്തിൽ തൊഴുത് തിരിച്ചിറങ്ങുന്ന ഭക്തജനങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു അന്തരീക്ഷവും ചുറ്റുപാടും നല്ല ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ഫീലായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ 18-ാം പടിയുടെ താഴെ എത്തിയപ്പോഴത്തേക്ക് ആസ്യൂഷ്വൽ ഒരു 6-7 ലൈനിലായിട്ട് തന്നെ വലിയൊരു ക്യൂ ആയിരുന്നു. ഒരു 2 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ അയ്യപ്പനെ കണ്ട് പ്രസാദമൊക്കെ വാങ്ങി മാളിപ്പുറത്തെ അമ്മയൊക്കെ കണ്ട് പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര, കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ ഈ പ്രാവശ്യം ആദ്യം തന്നെ വന്നു. സാധാരണ ഒരു 12 വിളക്കിന് ശേഷമൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം അവർ ആദ്യം വന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു തിരക്ക് അവിടെ ഉണ്ടായത്. അങ്ങനെ അന്നദാന ഹാളിൽ പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയമായിരുന്നു. നല്ല ഉപ്പുമാവും കടലക്കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാവര് സ്വാമിയൊക്കെ കണ്ട് ആഴിയിൽ പോയി നെയ്ത്തേങ്ങയൊക്കെ എറിഞ്ഞ് അരവണയും കാര്യങ്ങളും അപ്പമൊക്കെ വാങ്ങി പിന്നെ തിരിച്ച് മല ഇറങ്ങി കേട്ടോ. ഈ തിരിച്ച് നമ്മളിങ്ങനെ കല്ലിലും മണ്ണിലൊക്കെ ചവിട്ടി മലയൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് താഴെ പമ്പയിൽ വന്നിട്ട് ആ തണുത്ത വെള്ളത്തിൽ കാല് മുക്കുമ്പോഴുള്ളൊരു ഫീല് സ്വാഭിയെ ശരണം.